എല്ലാവരും വരുമ്പം അമ്പും പ്രദക്ഷിണം വരുമ്പം ഉള്ള വെടിക്കെട്ട് കാണണം. ഓരോ വീട്ടുകാരും പൊട്ടിക്കുന്ന വെടിക്കെട്ട്. നമ്മളൊക്കെ പള്ളിപ്പെരുന്നാളിലല്ലേ ഈ വെടിക്കെട്ടും കരിമരുന്ന് കലാപ്രകടനവും ഒക്കെ കാണുന്നത്. പക്ഷേ ഇതിപ്പോഴത്തെ ഓരോ വീട്ടുകാരും പൊട്ടിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് ആഘോഷങ്ങൾ ഭയങ്കരമാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. ഇത് കാണാതിരിക്കാൻ എങ്ങനെ പറ്റും? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മൂന്നാമത്തെ വർഷം ഇവിടെ വരുന്നത്. പ്രദക്ഷിണം ഇങ്ങനെ ഓരോ വീടിൻ്റെ വാതിക്കെ വരുമ്പോഴും ഓരോ വീട്ടുകാർ പൊട്ടിക്കുന്നതാണ്. ലക്ഷങ്ങളുടെ പടക്കവും ഒക്കെ ഓരോരുത്തർ പൊട്ടിക്കുന്നത്. രണ്ട് സൈഡും പടക്കങ്ങൾ പൊട്ടിക്കുക. ഇവിടെയുണ്ട്, അവിടെ ആ സൈഡ് പടക്കം പൊട്ടിക്കുന്നു. ഭയങ്കര പരിപാടിയാണ് എൻ്റെ. അയ്യോ, ഇത് കാണാതെ പോയിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു എന്നെ ഗേസ്. ഉണ്ടോ, ആൾക്കാർ എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ്. ഉണ്ടോ, പടക്കങ്ങളൊന്നും അവസാനിക്കുകയില്ല. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പടക്കങ്ങളാണ് ഓരോ വീട്. കണ്ടോ, മൊത്തം ഈ വീഥികൾ മുഴുവനും പടക്കത്തിൻ്റെ സൗണ്ടുകൾ മാത്രം. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്യുവാണ്. കേട്ടോ, ഇതെല്ലാം കഴിയുമ്പോൾ ഈ റോഡ് കാണണം. ഈ പടക്കത്തിൻ്റെ പേപ്പറുകളും എല്ലാം ആയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും. എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഗൈസ്? കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പടക്കത്തിൻ്റെയൊക്കെ സൗണ്ടിൽ പകുതി വോയിസ് കേൾക്കുന്നു. പടക്കം പൊട്ടി ദേഹത്തോട്ട് വരുന്ന പോലെ ഇതും കൊണ്ട് ഓടേണ്ട അവസ്ഥയാണല്ലോ ഗൈസ്. കണ്ടോ, ഇങ്ങനെ മിനിറ്റിന് പടക്കം പൊട്ടിച്ചോണ്ടേ. ഇത് പ്രദക്ഷിണം അങ്ങ് പള്ളി ചെല്ലുന്നത് വരെയും ഈ പടക്കങ്ങൾ കാണും. ഇതൊക്കെ പള്ളികളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഓരോരോ വീടുകളിലെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും